Hello guys, Assalamu alaikum. So this is my first long video and I hope you guys will love it and will support me. ഇപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ മിസ്റ്റേക്സും വ്ളോഗിനുണ്ടാവും. സോ അതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ പെരുന്നാൾ വ്ളോഗിലാണ് നമ്മൾ തുടക്കമിടുന്നത്. ഇപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ നീക്കാൻ വിചാരിച്ചതായിരുന്നു. 5 മണിക്കുള്ള അലാറം ഓഫ് ചെയ്തിട്ട് 5:15-നാണ് നീച്ചത്. പിന്നെ നീച്ചിട്ട് കുറേ നേരം ഇരിക്കാനൊന്നും നിന്നില്ല, വേഗം നീച്ചു പോയി. കാരണം പെരുന്നാളാണല്ലോ. നീച്ച പാടന്നെ മെഹന്തി ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ നോക്കിയതായിരുന്നു. പിന്നെ പുറത്ത് പോയപ്പോൾ വെളിച്ചം വന്നിട്ടും കൂടെ അല്ല, ഫുള്ള് ഇരുട്ടായിരുന്നു. കുറച്ച് നേരം കടന്നാലോ എന്ന് ആലോചിച്ചു. പിന്നെ ഐ തോട്ട് ഇറ്റ്സ് ഈദ് ഡേ, പിന്നെ എന്തിനാ കടക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പുറത്ത് തന്നെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന്. കാരണം ഇങ്ങനെ സ്കൈസിനോടൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റൂമിൽ വന്നിട്ട് വിൻഡോസൊക്കെ ഓപ്പൺ ആക്കി. എന്നിട്ട് നിസ്കരിക്കാനുള്ള ഒരു തുടക്കം കേട്ടോ. ഞാനും എൻ്റെ അനിയത്തി മിക്കപ്പോഴും ഒപ്പാണ് നിസ്കരിക്കൽ. അപ്പോൾ ഞങ്ങൾ നിസ്കരിച്ച് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മഴത്തെ കട്ടിനൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ ഞാൻ വീണ്ടും സ്കൈ നോക്കാൻ വേണ്ടിയിട്ട് പോയി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് സ്കൈ ആയാലും ഈവനിങ് ആയാലും നൈറ്റ് സ്കൈ ആയാലും ഭയങ്കര ഇഷ്ടമാണ്. സ്കൈയോട് ഒരു പ്രത്യേക താല്പര്യമാണ് കേട്ടോ. ഇന്നും നല്ല തുടങ്ങിയതല്ല, കുറേ കാലമായി. നല്ല രസമല്ലേ സ്കൈ എല്ലാം നോക്കിക്കാനും എല്ലാത്തിനും. ഒക്കെ കുറേ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നോക്കിക്കുമ്പോൾ ടൈം പോണതറിയില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെരുന്നാളിനെ കൊണ്ട് തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാൻഡിൽ കത്തിക്കാൻ പോയി. ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയൊരു ശീലമാണ് കേട്ടോ. ഇത്ര നേരത്തെ കത്തിക്കലില്ല. ഇന്ന് പെരുന്നാളെ കൊണ്ട് കുറച്ച് നേരത്തെ കത്തിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ കിച്ചണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഉപ്പിലിട്ട പൈനാപ്പിൾ അവിടെ ഇരിക്കുന്നത് എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റായിരുന്നു. എല്ലാ പെരുന്നാളിനും പുട്ടും ബീഫ് കറി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുന്നത്. എത്ര മാറ്റാൻ പറഞ്ഞാലും അതിനെ ഇരിക്കാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഉണ്ടാവില്ല. അതൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് നല്ല ഓരോന്നോരോന്ന് ടേബിളുമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഫുഡുകളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അനിയൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും എൻ്റെ അനിയത്തിയും വീട് ക്ലീനാക്കാൻ നിന്നു. എന്നിട്ട് വീട് ഫുൾ ക്ലീനാക്കി സെറ്റാക്കിയിട്ടു. ഈ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇത് സാറ്റിസ്ഫാക്ഷൻ യു ഗെറ്റ് ആഫ്റ്റർ ക്ലീനിങ്, അത് വേറെ തന്നെ ഒരു ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അമ്മ ബിരിയാണി ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ബീഫ് ബിരിയാണി. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, തൊട്ടപ്പുറത്താണ്. നമ്മളിവിടെ ബോറടിച്ചിരുന്നപ്പോൾ ആട് വെറുതെ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വന്നിട്ട് അത്യാവശ്യം കുറേ നേരം ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫോണിൽ ക്യാരം ബോർഡ് അതേപോലെ തന്നെ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിച്ചു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പാലുപിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടോ. നിങ്ങളുടെ നാട്ടിലെത്തിന് എന്താ പറയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും പോയി കളിക്കാൻ. എന്നിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതും പ്ലേറ്റൊക്കെ അങ്ങനെ ആക്കിയിരുന്നു കേട്ടോ, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡുകൾ ഓരോന്നിങ്ങനെ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് പ്ലേറ്റിലേക്ക് ഓരോന്ന് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. എല്ലാവരും ഒപ്പം ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് സെറ്റായി. ഞാനും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. കാരണം ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ നമുക്ക് ഫുഡാണ് മെയിൻ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു.
ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മമ്മൻ്റെ സൽവാർ എടുത്തിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ദ ഫൈനൽ ലുക്ക്. ഞാൻ പ്രതീക്ഷേനെക്കാട്ടിലും നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ. ഞങ്ങളൊപ്പമാണ് ഫോട്ടോസ് എടുക്കൽ. അപ്പോൾ ഞാൻ ഓൾക്ക് എടുത്ത് കൊടുത്തിരുന്നു, ഓൾക്ക് കൊടുത്തിരുന്നു. കഴിഞ്ഞിട്ട് വെയിലത്ത് ഫോട്ടോസ് എടുത്തപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്ഷീണവും ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മ ഉണ്ടാക്കും ഉണ്ണിയപ്പം കഴിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ടി വി ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ ചെറിയ പെരുന്നാളിൻ്റെ വ്ളോഗ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി വരും ദിവസങ്ങളിൽ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Once again, Eid Mubarak to all of you and Assalamu Alaikum.